Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala ashrafil anbiya'i wal mursalin nabiyina Muhammadin wa ala alihi wa ashabihi ajma'in. Amma ba'd. ബഹുമാന്യരായ ശ്രോതാക്കളെ, സഹോദരന്മാരെ, ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അവൻ ആഗ്രഹിക്കുന്ന ഒരു പുണ്യകർമ്മമാണ് ഒരിക്കലെങ്കിലും മക്കയിലെത്തി ഹജ്ജോ ഉംറയോ അതല്ലെങ്കിൽ അത് രണ്ടുമോ നിർവഹിക്കുക എന്നുള്ളത്. ആ ഹജ്ജ് അതല്ലെങ്കിൽ ഉംറ നിർവഹിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏതാനും കാര്യങ്ങളാണ് കഴിഞ്ഞ 2 എപ്പിസോഡിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇന്ന് ഉംറയോ അതല്ലെങ്കിൽ ഹജ്ജോ ഉദ്ദേശിച്ചുകൊണ്ട് പുറപ്പെടുന്ന ഒരു വ്യക്തി ആദ്യമായി ശ്രദ്ധിക്കേണ്ടതും ചെയ്യേണ്ടതുമായ ഒരു കാര്യമാണ് അയാൾ ഇഹ്റാമിൽ പ്രവേശിക്കുക എന്നുള്ളത്. ഈ ഇഹ്റാമുമായി ബന്ധപ്പെട്ട ചില ഇഷ്കാലുകൾ നീക്കുക, അതെങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുക, ഇതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സുകൾ കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യർ, ഈ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മക്കയിലേക്ക് ഹജ്ജോ ഉംറയോ ഉദ്ദേശിച്ചു പോകുന്ന ആളുകൾ അവർക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന മീഖാത്ത് എവിടെയാണോ ആ മീഖാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ആ മീഖാത്തിലൂടെ വിട്ടുകടന്ന് ഇഹ്റാമിൽ പ്രവേശിക്കാതെ പോകാൻ പാടില്ല. അവിടെയുള്ളവർക്കും അതുവഴി കടന്നു പോകുന്ന ആളുകൾക്കുമൊക്കെ ഹുന്നലി അഹ്ലിഹിന്ന വലഹുന്ന വലിമൻ അതാ അലൈഹി, ആ മീഖാത്തിലൂടെ കടന്നു പോകുന്നവർക്കും അവിടെ താമസക്കാരായ ആളുകൾക്കുമൊക്കെ മീഖാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. എന്നാൽ മീഖാത്ത് അത് ഭൂമിയിലൂടെയല്ല, ആകാശത്തിലൂടെ ഫ്ലൈറ്റ് വഴിയാണ് പോകുന്നത് എങ്കിലും ആ മീഖാത്തിൻ്റെ മുകളിലെത്തുമ്പോൾ അവർ ഇഹ്റാമിൽ പ്രവേശിച്ചിരിക്കണം. എന്താണ് ഇഹ്റാം? ഇവിടെയാണ് പലപ്പോഴും തന്നെ അധികം ആളുകൾക്കും ഒരു പിഴവ് സംഭവിക്കുന്നു. ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് ഇഹ്റാം എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തുന്നിയ വസ്ത്രങ്ങളൊക്കെ അടിച്ചു മാറ്റി ഒരു തുണിയും ഒരു തട്ടവും ഷാള് പോലെ പുതക്കുക, ഇതാണ് ഇഹ്റാം എന്ന് മനസ്സിലാക്കുന്നു. യഥാർത്ഥത്തിൽ അതല്ല. ഇഹ്റാം എന്ന് പറഞ്ഞാൽ അത് നിയ്യത്തു ദുഖൂൽ ഫിൻ നുസുക് എന്നാണ് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നിയ്യത്ത്, നുസുക്കിൽ ആളുകൾ നുസുക്കിലേക്ക് പ്രവേശിക്കുകയാകുന്നു എന്ന നിയ്യത്ത്, ഈ നിയ്യത്താണ് യഥാർത്ഥത്തിൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് വിവക്ഷിക്കുന്നത്. അപ്പോൾ എന്ത് വേണം? മീഖാത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആ നിയ്യത്ത് മീഖാത്തിൽ വെച്ച് തന്നെ നിർവഹിക്കണം. നിയ്യത്ത് മീഖാത്തിൽ വെച്ച് ചെയ്യാതെ അത് വിട്ടുകടന്ന് മക്കയിലേക്കോ ജിദ്ദയിലേക്കോ മറ്റെവിടെങ്കിലും എത്തിയ ആളാണെങ്കിൽ ഒന്നുകിൽ അയാൾ തിരിച്ചു വരണം മീഖാത്തിലേക്ക്, അതല്ലെങ്കിൽ ഒരാടിനെ അറുത്ത് അതിന് പ്രായശ്ചിത്തമായി പകരമായി ഹറമിലുള്ള പാവപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്യേണ്ടതുണ്ട്. എന്താണ് ഈ മീഖാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് സുന്നത്തുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഒന്നെന്താന്ന് ചോദിച്ചാൽ, ആ മീഖാത്തിൽ ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിൻ്റെ മുമ്പായി കുളിച്ച് ശുദ്ധിയാവുക എന്നുള്ളത് ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിൻ്റെ മുന്നോടിയായുള്ള സുന്നത്തുകളത്രേ. അതുപോലെ തന്നെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ തുന്നിയ ബോഡി ടൈപ്പ് വസ്ത്രങ്ങൾ ഒരിക്കലും തന്നെ ധരിക്കാൻ പാടില്ല. അഥവാ ഷർട്ട്, പാൻറ്, ജഡ്, തൊപ്പി പോലെയുള്ളതൊന്നും പുരുഷന്മാർക്ക് പാടില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക്
ഇഹ്റാമിൽ പ്രവേശിച്ചാൽ അഥവാ ലബ്ബൈക്ക് അല്ലാഹുമ്മ ഹജ്ജൻ, അതല്ലെങ്കിൽ ലബ്ബൈക്ക് അല്ലാഹുമ്മ ഉംറത്തൻ, അല്ലെങ്കിൽ ലബ്ബൈക്ക് അല്ലാഹുമ്മ ഉംറത്തൻ വഹജ്ജൻ, ഈ നിയ്യത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ, അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് സ്ത്രീകൾ പുരുഷന്മാർ ധരിക്കേണ്ട ഡ്രസ്സ് ഞാൻ പറഞ്ഞതുപോലെ സ്ത്രീകൾക്ക് ഏത് ഡ്രസ്സും ധരിക്കുന്നതിന് വിരോധമില്ല. അതുപോലെ തന്നെ ഈ ഡ്രസ്സ് ധരിക്കുക എന്നുള്ളത് സുന്നത്താണ്, നിർബന്ധമുള്ള കാര്യമല്ല എന്നർത്ഥം. ഹജ്ജിന് അഥവാ സുന്നത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് കുളിക്കുന്നത് പോലെ, അതുപോലെ തന്നെ കുളിച്ചു കഴിഞ്ഞാൽ ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ്, നിയ്യത്ത് പറയുന്നതിൻ്റെ മുമ്പ് ശരീരത്തിലൊക്കെ ബോഡിയിൽ സ്പ്രേ പോലെയുള്ള സുഗന്ധങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് സുന്നത്താണ്. എന്നാൽ ആ സുഗന്ധം ഒരിക്കലും തന്നെ ഇഹ്റാമിൽ പ്രവേശിച്ച ആൾ അവരുടെ ഇഹ്റാമിൻ്റെ ഡ്രസ്സുകളിൽ ഒരിക്കലും തന്നെ ആകാൻ പാടില്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തലേ രാത്രിയിൽ മീഖാത്തിലെത്തി, പിറ്റേ ദിവസമാണ് അവിടെ നിന്ന് പുറപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് കുളിച്ച് ഒരു നമസ്കാരം, നിർബന്ധമായ നമസ്കാരം അതിൻ്റെ സമയമായപ്പോൾ ആ നമസ്കാരവും നിർവഹിച്ച് അതിൻ്റെ ശേഷമാണ് ഇഹ്റാമിൽ അഥവാ നിയ്യത്ത് ചെയ്തത്, പ്രവേശിച്ചത് എന്നർത്ഥം. അതുതന്നെ താൻ യാത്ര ചെയ്യുന്ന വാഹനം ഏതാണോ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്രാ വാഹനം ഒട്ടകമായിരുന്നു. കുളിച്ച് ഫ്രഷായി നമസ്കാരം നിർവഹിച്ച് ഇഹ്റാമിൻ്റെ ഡ്രസ്സ് മാറ്റിയതിന് ശേഷം ഒട്ടകപ്പുറത്ത് വന്നിരുന്നു. തക്ബീറുകളും തഹ്ലീലുകളും മുഴക്കി. അതിനുശേഷമാണ് ലബൈക്ക് അല്ലാഹുമ്മ ഉംറത്തൻ എന്ന നിയ്യത്തിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ അന്ന് ഒട്ടകമാണ് എങ്കിൽ ഇന്ന് കാറോ ബസ്സോ മറ്റു വാഹനങ്ങളോ ആയിരിക്കും. ആ വാഹനത്തിൽ ഇരുന്നതിൻ്റെ ശേഷമാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്. ഫ്ലൈറ്റിൽ വരുന്ന ആളാണ് എങ്കിൽ അയാൾ ഫ്ലൈറ്റിൽ കയറുന്നതിൻ്റെ മുമ്പ് തന്നെ കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റി കാത്തിരിക്കുക. മീഖാത്തിൻ്റെ മുകളിൽ ഫ്ലൈറ്റ് എത്തുമ്പോൾ അവിടെ നിന്ന് നമ്മൾ ലബ്ബൈക്ക് അല്ലാഹുമ്മ ഉംറത്തൻ, അല്ലെങ്കിൽ ലബ്ബൈക്ക് അല്ലാഹുമ്മ ഹജ്ജൻ എന്ന് പറഞ്ഞുകൊണ്ട് നിയ്യത്ത് വെക്കുക, നിയ്യത്ത് പ്രവേശിക്കുക, ഇഹ്റാമിൽ പ്രവേശിക്കുക. ഇങ്ങനെ ഒരു നമസ്കാരത്തിന് ശേഷം അതുപോലെ തന്നെ മീഖാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുക. ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് അയാൾക്ക് സുന്നത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അയാൾ തൽബിയത്ത് എന്ന് പറഞ്ഞാൽ ഉത്തരം പറയുക എന്നതാണ്. അള്ളാഹുവിൻ്റെ വിളിനാദം കേട്ടുകൊണ്ടാണ് നാം മക്കയിലേക്ക് പുറപ്പെടുന്നത്. ആ ലോകത്തുള്ള മുഴുവൻ ഹാജിമാരെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് മക്കായിൽ വന്നുകൊണ്ട് ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ വിളംബരം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ആ വിളംബരത്തിന് പ്രത്യുത്തരമേകിക്കൊണ്ടാണ് നമ്മൾ തൽബിയത്ത് ചൊല്ലുന്നത്. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക്ക് ലാ ശരീക ലക ലബ്ബൈക്ക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക്. അല്ലാഹുവിൻ്റെ ഏകത്വം, അവൻ്റെ തൗഹീദ് ഉച്ചയസ്തരം വിളംബരം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള, അതിൽ യാതൊരു പങ്കുകാരനുമില്ല എന്നും അവനേകനാണ് എന്നുമുള്ള ആ പ്രതിജ്ഞ, അത് ഇഹ്റാമിൽ പ്രവേശിച്ചത് മുതൽ ഉംറയിൽ നിന്ന് ഉംറയ്ക്ക് വേണ്ടിയുള്ള തവാഫ് ചെയ്യുന്നത് വരെയും പുരുഷന്മാർ ഉറക്കെയും സ്ത്രീകൾ വളരെ ശബ്ദം താഴ്ത്തിയും തൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക. ഇത് സുന്നത്താണ്. എന്നാൽ ഹാജിയെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഹജ്ജിൽ പ്രവേശിച്ചതിന് ശേഷവും തൽബിയത്ത് ചൊല്ലുന്നു. ദുൽഹജ്ജ് 10 വരെയും ജംറയിൽ എറിയുന്നത് വരെയും തൽബിയത്ത് ചൊല്ലിക്കൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഇഹ്റാമിൽ മീഖാത്തിൽ വെച്ച് ഇഹ്റാം ചെയ്താൽ നാം പാലിക്കേണ്ട സുന്നത്തുകൾ എന്തൊക്കെയാണ്. പിന്നീട് പൊതുവെ തന്നെ ആളുകൾക്കുള്ള ഒരു ഇഷ്കാലാണ്, ഇഹ്റാമിൻ്റെ ഡ്രസ്സ് തുണിയെടുത്തു. സ്ത്രീകളാണെങ്കിൽ അവരുടെ ഇഹ്റാം നിയ്യത്ത് വെച്ചതിൻ്റെ ശേഷമുള്ള ഡ്രസ്സ്, അതിലെന്തെങ്കിലും മാലിന്യമോ നജസുകളോ അതല്ലെങ്കിൽ എന്തെങ്കിലും പൊടിയോ ചളിയോ ഒക്കെ ആയി അതാകെ മുഷിഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ ഇഹ്റാമിൻ്റെ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്ത് വേറെ ഡ്രസ്സ് എടുക്കാൻ പറ്റുമോ? നോ പ്രോബ്ലം. അത് ചെയ്യുന്നത് നമ്മുടെ ഹജ്ജിനെയോ ഉംറയോ ഇഹ്റാമിനെയോ ഒരിക്കലും ബാധിക്കുകയില്ല. അപ്പോൾ അത് മാറ്റുന്നതിന് വിരോധമില്ല. അപ്പോൾ മീഖാത്തിൽ വെച്ചുള്ള ഇഹ്റാമിൻ്റെ ഏതാനും മര്യാദകളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ വിശദീകരിച്ചത്. ഏറ്റവും ഭംഗിയായ രീതിയിൽ
പ്രവാചക തിരുമേനി പറഞ്ഞില്ലേ, ഹജ്ജുൽ മബ്രൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. സ്വർഗമല്ലാതെ നല്ല ഹജ്ജോ ഉംറയോ നിർവഹിച്ച ആളുകൾക്ക് അതിൻ്റെ പ്രതിഫലമില്ല. ഇങ്ങനെ മബ്രൂറായ ഉംറയും ഹജ്ജും നിർവഹിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.